അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ സാധാരണ BJP പ്രവർത്തകർക്ക്, ഇപ്പോൾ BJP പ്രവർത്തകരുടെ വികാരങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, നിരന്തരം അവരോടൊപ്പം നിൽക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും. അതിന് താങ്കളുടെ ഒരു വ്യക്തിപരമായ ജീവിതത്തിലും അല്ലെങ്കിൽ രീതികളിലും ഒക്കെ എന്ത് മാറ്റം വരുത്തണം എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഇതെല്ലാം നിങ്ങൾ വിചാരിക്കുന്നത് ഞാനിത് ചെയ്തിട്ടില്ലാന്ന്. ഞാനിത് 18 കൊല്ലമായിട്ട് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ മാതൃഭൂമി ന്യൂസിന്റെ മുമ്പിൽ ചെയ്തിട്ടില്ലാന്ന്, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം ഞാൻ എത്രയോ കൊല്ലം പ്രവർത്തകരുടെ പണിയെടുത്ത്, അത് പുതുച്ചേരിയിലാണോ UP-യിലാണോ ഡൽഹിയിലാണോ എത്രയോ ഇലക്ഷൻ ഞാൻ നടത്തിയിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഒരു പുതിയതൊന്നുമല്ല എനിക്ക്. അത് ശരിയാണ്, കേരള എന്ന ഒരു സംസ്ഥാനം എനിക്കൊരു പുതിയ സംസ്ഥാനമാണ്, ഒരു പുതിയൊരു സ്റ്റേറ്റാണ്. എനിക്ക് മലപ്പുറത്തെ രാഷ്ട്രീയത്തിനെ പറ്റി അങ്ങനെ ഒരു ഡീറ്റെയിൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. അത് പഠിക്കണം, മനസ്സിലാക്കണം. അത് ഞാൻ മനസ്സിലാക്കും. ഞാൻ ഒരു ഫാസ്റ്റ് ലേണറാണ്. ഓക്കെ, ഇപ്പോൾ മലപ്പുറത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കാം. കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട, ഈ കേരളത്തിലെ ജനസംഖ്യയിൽ ന്യൂനപക്ഷങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. പക്ഷേ പൊതുവെ BJP-യുടെ ഒരു സമീപനം ന്യൂനപക്ഷങ്ങളോട്, പ്രത്യേകിച്ചും മുസ്ലിങ്ങളോടുള്ള ഒരു സമീപനത്തിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള വിമർശനമുണ്ട്. അത് ഇൻക്ലൂസീവായിട്ടുള്ള ഒരു സമീപനമില്ല എന്നുള്ള രീതിയിലുള്ള വിമർശനമുണ്ട്. ആ വിമർശനത്തിന് അടിസ്ഥാനപരമായ പല കാരണങ്ങളുണ്ട്. കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ BJP-യുടെ ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റം താങ്കളുടെ അല്ല, എന്താണ് കാരണം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. 11 കൊല്ലമായിട്ട് നരേന്ദ്രമോദിജി സർക്കാരിൽ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും ഞങ്ങൾ ഒരു സ്കീമോ ഡിസ്ക്രിമിനേറ്റ് ചെയ്യേ, ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യേ. 2014 മുതൽ ഇന്ന് വരെ നരേന്ദ്രമോദിജി എപ്പോഴും പറയും സബ്കാ സാത്ത് സബ്കാ വികാസ്. ഞാൻ ഇന്നും പറഞ്ഞു ഞങ്ങൾക്ക് മാറ്റം കൊണ്ടുവരണം. കേരളയിലെ എല്ലാ മലയാളി കുടുംബം ജനങ്ങൾക്ക് വികസനം, പുരോഗതിൻ്റെ ഒരു അവസരം കൊടുക്കാനാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അത് ഏത് മതമാണോ ഏത് സമുദായമാണോ അത് നോക്കാണ്ട് എല്ലാവർക്കും കിട്ടണം. ഞങ്ങളിങ്ങനെ അവരൊന്ന് പറയുന്നു, എപ്പോഴും പറയുന്നു. ഈ നെറേറ്റീവ് കൊണ്ടു നടക്കുന്നത് CPM-ഉം കോൺഗ്രസ് അല്ലേ. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് വിത്ത് മുസ്ലിം കമ്മ്യൂണിറ്റി ഓർ ഏത് കമ്മ്യൂണിറ്റി ആണ് ഞങ്ങൾ ചെയ്യും. ഇതുവരെ ഞങ്ങൾ ഒരു പാർട്ടി ആയിട്ടോ ഒരു ഗവൺമെന്റ് ആയിട്ടോ ആരുടെ കൂടെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ചില ഇഷ്യൂസിൽ ഞങ്ങൾക്കൊരു വ്യൂ ഉണ്ട്. വഖഫിനെ പറ്റി അതൊരു ബേസ്ഡ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ്, അതിനെ പറ്റി ഒരു വ്യൂ ഉണ്ട്. അതിന് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നു. അതിനെ ആന്റി മുസ്ലിം ആണെന്ന് പറയാൻ ഓടി നടക്കുന്ന ആരാ? അത് നമ്മുടെ CPM സഖാവുമാരും കോൺഗ്രസ് സഖാവുമാരും. സത്യമാണെന്ന് ഞാൻ എന്തുകൊണ്ടാണെന്നുള്ളത് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തർക്കിക്കേണ്ടി വരും. ഓക്കെ, അല്ല പക്ഷെ എന്തുകൊണ്ടാണ് തിരിച്ച് മുസ്ലിം സമുദായം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി BJP ആ രീതിയിൽ എന്തുകൊണ്ട് വിശ്വാസത്തിൽ എടുക്കുന്നില്ല? അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ എന്റെ ഇലക്ഷന്റെ സമയത്ത് ഞാൻ എല്ലാ പള്ളിയിൽ കയറി എല്ലാവരും മീറ്റ് ചെയ്തു. എന്നോട് പിന്നെ പിണറായി വിജയൻ 3 കൊല്ലം മുമ്പേ വർഗീയവാദിന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്നെ വേറെ എന്തെങ്കിലും വിളിച്ചോളൂ, എന്നെ അത് വിളിക്കാൻ പാടില്ല. ഞാനൊരു പട്ടാളക്കാരൻ്റെ മകനാണ്. അപ്പോൾ എന്നെ വർഗീയവാദി വിളിച്ചാൽ ഞാൻ വേറെ എന്തെങ്കിലും തുടങ്ങും. അപ്പോൾ അതെല്ലാം ഓരോരോ നെറേറ്റീവ് ഉണ്ടാക്കി വെക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഒരു കോട്ടേജ് ഇൻഡസ്ട്രി ആണല്ലോ ഡീമനൈസിങ് ദി ഓപ്പോസിഷൻ. അപ്പോൾ CPM-നും കോൺഗ്രസിനും BJP-ന്റെ കൂടെ പൊളിറ്റിക്കൽ ഇക്കണോമിക് ഗവർണൻസ് ബേസിസിൽ കമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് അവർ ഈ ഒരു റെഡ് ഹെറിങ്, ഒരു ബലൂൺ അങ്ങ് എപ്പോഴും ജനങ്ങളെ പേടിപ്പിക്കാനും ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാനും അത് ചെയ്യും. ഞങ്ങൾക്ക് കുറച്ചും കൂടി അതിൽ ഒരു എഫേർട്ട് ഉണ്ടാക്കണം. അത് ചെയ്യും, ഞാൻ ചെയ്യും. അത് ഞാൻ ഇന്ന് ഭയങ്കര ക്ലിയർ ആയിട്ട് എൻ്റെ സ്പീച്ചിൽ പറഞ്ഞു. ഞങ്ങളുടെ അപ്രോച്ച്, BJP-ന്റെ അപ്രോച്ച്, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിന്റെ അപ്രോച്ച് ഇതാണ്. അദ്ദേഹം ഹിന്ദിയിൽ പറയുന്നു സബ്കാ സാത്ത് സബ്കാ വികാസ്. ഞാൻ പറയുന്നു എല്ലാവർക്കും, എല്ലാ സമുദായം, എല്ലാ മതത്തിനും എല്ലാവർക്കും ഞങ്ങൾ ഒരു പുരോഗതി വികസനത്തിൻ്റെ ഒരു അവസരങ്ങൾ ഉണ്ടാക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ഐഡിയോളജി. അതിനെ തർക്കിക്കാൻ ആൾക്കാരുണ്ട്. അതിന് ഞങ്ങൾ ക്ലാരിഫൈ ചെയ്യണം. അത് ഞങ്ങൾ ചെയ്യും. കേരളത്തിൽ കോൺഗ്രസും UDF-ഉം സ്ഥിരമായിട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും പറയുന്ന ഒരു കാര്യം, BJP-യും CPM-ഉം തമ്മിൽ എന്തോ ഒരു ധാരണയുണ്ട്, അവർ തമ്മിലൊരു ഒത്തുതീർപ്പുണ്ടോ എന്ന് പറയുന്നുണ്ട്. ഇതൊരു ഹൈറ്റ് ഓഫ് ഐറണി അല്ലേ? ഇന്ത്യ അലയൻസിൽ രണ്ടാളും ചായയും ബിസ്ക്കറ്റും റസ്കും സാൻഡ്വിച്ചും കഴിച്ച് ഡൽഹിയിൽ ഇരിക്കുന്ന 2 പാർട്ടീസ്. ഞങ്ങളാണ് പാർട്ട്നേഴ്സ് പറയുമ്പോൾ ഇതിൽ എന്താണ് ഇതിനെക്കാട്ടും മോർ അമ്യൂസിങ്? അവർ ഓപ്പൺലി ഇന്ത്യ അലയൻസിന്റെ മെമ്പറാണ്. എന്നിട്ടാ ഞങ്ങൾ CPM-ന്റെ കൂടെ.
ഞങ്ങളും CPM-ഉം ഐഡിയോളജിക്കലി പോളർ ഓപ്പോസിറ്റ്സാണ്. ഇവർ ഈ ഒരു ചത്ത മാർക്സിന്റെ ഐഡിയോളജി എടുത്ത് നടക്കുന്ന ഒരു പാർട്ടി. ഞങ്ങൾ റൈറ്റ് ഓഫ് സെന്റർ, ഫ്രീ എന്റർപ്രൈസ്, ഞങ്ങൾ യൂത്തിനെ എംപവർ ചെയ്യുന്ന കലക്ടിവിസമിൽ വിശ്വസിക്കാത്ത ഒരു പാർട്ടിയാണ്. ഇവര് ഒരു മാർക്സിസ്റ്റ് പാർട്ടി. ഇതിൽ നമ്മൾ എന്തായിരിക്കും എന്ത് കോമൺ ഗ്രൗണ്ട്? ഒരു കോമണാലിറ്റിയും ഇല്ല. ബട്ട് അവിടെ രാഹുൽ ഗാന്ധി അല്ല പറഞ്ഞ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. ഈ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എവിടുന്ന് വായിച്ചതാ? കാൾ മാർക്സിന്റെ പുസ്തകത്തിൽ നിന്നല്ലേ. സോ അവരാണ് ശരിക്കും നാച്ചുറൽ അലൈസ്. ബട്ട് അവരൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, മീഡിയനെ കൺഫ്യൂസ് ചെയ്യാനും ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യാനും. ലെഫ്റ്റും BJP കോണ്ടാക്റ്റിലാണ്. EP ജയരാജൻ, രാജീവ് ചന്ദ്രശേഖർ ഭയങ്കര ഫ്രണ്ട്സാണ്. അതിങ്ങനെ പൊക്കി നടക്കും. ചില ജനങ്ങൾ വിശ്വസിക്കും, ചിലർ വിശ്വസിക്കില്ല.